ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കേട്ടോ തുടക്കം. ഇഡ്ഡലിയും സാമ്പാർ ചട്നിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ രാവിലെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് ഇന്ന് ജിമ്മിക്ക് പോകണം. പിന്നെ തിരിച്ച് വന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ തീർക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടുതലായാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. ഈ ഒരു ഇഡ്ഡലി തട്ട് ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയത് കേട്ടോ. ഹോക്കിങ്സിൻ്റെ ആണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കഴുകിയെടുക്കാനും നല്ല എളുപ്പമാട്ടോ. നമുക്ക് അതിന്ന് ഇഡ്ഡലി റിമൂവ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ കഴുകാനും ഒക്കെ എളുപ്പമുണ്ട്. ഒരു കുഞ്ഞ് ഇഡ്ഡലി തട്ടാണ്. 12 ഇഡ്ഡലി ഒരു സമയത്ത് ആക്കാനായിട്ട് പറ്റും. ചെമ്പില്ല കേട്ടോ, ഇഡ്ഡലി ചെമ്പ് ഇതിൻ്റെ കൂടെ ഇല്ല. ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കണത്. വലിയ പ്രൈസൊന്നുമില്ല, 500 രൂപേൻ്റെ ഉള്ളിലുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ടാഗ് ചെയ്ത് കൊടുക്കാം. നല്ല പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ ഒരു 5-6 പ്രാവശ്യം യൂസ് ചെയ്തു. നല്ലതാണ്. അപ്പം ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണ്. സാമ്പാർ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. സാമ്പാർ തന്നെയാണ് ഉച്ചക്കും കറി അത് തന്നെ എടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈയും വെജിറ്റബിളൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണത്. മീൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചതാട്ടോ. ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഹോബിലെല്ലാം കൂടെ വെക്കുമ്പോഴേ വിയർത്തിങ്ങനെ ഒഴുകുകയാണ്. എല്ലായിടത്തും അവസ്ഥ അതൊക്കെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സാമ്പാർ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടോ. അപ്പോൾ അത് ഞാൻ സാധാരണ പറയുന്ന പോലെ കുക്ക് ചെയ്യാനും അല്ല ചൂടാക്കാനും അതേപോലെ സെർവ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന സെറാമിക് പോട്ടുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നെസ്റ്റേഷ്യൻ്റെ പോട്ടാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്യാൻ പറ്റും. ഹോബിൽ നമുക്ക് വെച്ചിട്ട് എന്ത് കറികളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓവനിലും വെക്കാം, ഹോബുമേലും വെക്കാം. അങ്ങനെ നമുക്ക് സാധാരണ ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും ഇഡ്ഡലിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നെന്താ കട്ടൻ ചായ കുടിക്കണം എന്നൊരു തോന്നൽ. ഡയറ്റായ കാരണം ചായ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. വല്ല തലവേദനയൊക്കെ വന്നാലാണ് ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞു. പാത്രമൊക്കെ ഫില്ല് ചെയ്തു. ഡിഷ് വാഷർ ഒന്ന് ഓണാക്കി വിടുക കേട്ടോ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങൾ വെക്കലാണോ അതോ മുഴുവനായിട്ട് വെച്ചിട്ട് ഓണാക്കി വിടലാണോ എന്നിട്ട്. അതേപോലെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളാണ്ട് ഓണാക്കി വിടുക ചെയ്യും കേട്ടോ. ഓരോരോ പാത്രങ്ങൾ കഴുകിയെടുക്കലല്ല. ഞാൻ കഴുകി ഉണങ്ങി വരുന്ന ഓപ്ഷനിലാട്ടോ വെക്കുക. എന്നാൽ പിന്നെ നേരിട്ട് നമുക്ക് കബോർഡൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇനി തട്ടിക്കൂട്ട് ഒരു പെട്ടെന്നുള്ളൊരു ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ പോകും കേട്ടോ. പിന്നെ വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ സമയം പോവും. ഇപ്പം സ്കൂളില്ലാത്ത കാരണം പൊതുവേ ലാഗാണ്. രാവിലെ ഒരു മെഡിറ്റേഷനും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മടി പിടിച്ചിരിക്കും കേട്ടോ. സ്കൂളില്ലല്ലോ. പിന്നെ ഒരു 7:30 ആകുമ്പോൾ എണീറ്റൊരു ഓട്ടാണ് കിച്ചണിക്ക്. എന്നിട്ട് പെട്ടെന്ന് ഒക്കെ തട്ടിക്കൂട്ടിയിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ ഈ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിലിൽ ഞാൻ ക്ലീവോ എന്ന് പറഞ്ഞൊരു ക്ലീനർ ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 5 സാഷേ പാക്കറ്റ്സ് ആയിട്ടാണ് കിട്ടുക. 1 ലിറ്റർക്ക് ഒരു പാക്കറ്റ് അങ്ങനെ കേട്ടോ. ഇത് നല്ല പ്രോഡക്റ്റ് കേട്ടോ. അതാ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം. നമുക്ക് ഒരുവിധം സ്റ്റെയിനൊക്കെ പോകുന്നുണ്ട്. ചുമരൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സിമ്പിളായിട്ട് പോകുന്നുണ്ട്. പെൻസിൽ മാർക്ക് വരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ചുമരിൽ പെയിൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. നല്ല പ്രോഡക്റ്റ് കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം ഏതാണെന്ന്. അപ്പോൾ അത് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കൗണ്ടർ ടോപ്പാണല്ലോ, അപ്പോൾ ഒന്നും കൂടെ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് തുടക്കാറുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഈച്ച അങ്ങനത്തെ പ്രാണികളൊക്കെ അതും പോകുന്നുണ്ട്. സ്റ്റെയിനൊക്കെ പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷും കൗണ്ടർ ടോപ്പും ഇതടിച്ചിട്ടൊന്നും അങ്ങ് തുടക്കും. അപ്പം ഒരുപാട് വൃത്തിയോടെ ആവാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്.
ഇനിയിപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാട്ടോ. ഞാൻ കിച്ചൺ റണ്ണർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വാങ്ങണം വിചാരിച്ചത് അങ്ങനെ ശ്രദ്ധ വിട്ടു പോകും. അപ്പോൾ മോനൊക്കെ കൈ കഴുകിയിട്ടൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഭയങ്കര വെള്ളം തെറിപ്പിച്ചാൽ പോവുക. ഇത് നമ്മുടെ ഡിഷ് വാഷർക്കുള്ള റിൻസൈഡാണ് കേട്ടോ. ഇത് അതിൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇനി ഡിഷ് വാഷറിൻ്റെ കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ട കേട്ടോ. അപ്പം അതിൽ നമ്മൾ പാത്രങ്ങൾക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഈ ഒരു ബോട്ടിൽ വാങ്ങി ഒരുപാട് കാലത്തൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ചൊരു മാസത്തിലൊരു സ്പൂണൊക്കെയാണ് അതിൽ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ റണ്ണർ. നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, നിലത്ത് ഇട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വലിച്ചാലോ നീക്കിയാലോ ഒന്നും പോരുന്നില്ല കേട്ടോ. നിങ്ങൾ കാണില്ലേ, കാലുകൊണ്ടൊന്നും നീക്കാനൊക്കെ നോക്കിയിട്ടൊന്നും പോരുന്നൊന്നുമില്ല. പക്ഷെ വീതി ഞാൻ വിചാരിച്ച അത്ര ഇല്ല കേട്ടോ. ഞാനിതിന് മുന്നേ എപ്പോഴും വാങ്ങാറുണ്ട് കേട്ടോ ഈ സംഭവം. പക്ഷെ ഇതുവരെ വാങ്ങിയത് ഇത്ര വീതി കുറവായിട്ട് വന്നിട്ടില്ല. ഇത് ഭയങ്കര വീതി കുറവാണ്, അതെന്തോ അറിയില്ല. പക്ഷേ പാറ്റേണും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നോക്കി വാങ്ങിയതായിരുന്നു. ഒരുപാട് ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് നോക്കി വാങ്ങിയതായിരുന്നു. ഒന്ന് ഹോബിൻ്റെ താഴെയും ഇടാം, ഒന്ന് ഡിഷ് വാഷർക്ക് ഇങ്ങനെ പാത്രങ്ങൾ കൊണ്ടുപോകുമ്പോൾ വെള്ളം ഉറ്റണേനും ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 ചെറുതും 2 വലുതും 2 സെറ്റായിട്ടാണ് വാങ്ങിയത്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. വീതി കുറവാന്നേ ഉള്ളൂ, പക്ഷേ നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കാണാനും നല്ല ഡിസൈനാണ് കേട്ടോ. നല്ല എടുത്ത് കാണിക്കണുണ്ട് ഡിസൈന്, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ അൺബോക്സിങ്. ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ വന്നതിൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ. വൈകുന്നേരം ഞാൻ പറമ്പിലിറങ്ങി ഇതൊക്കെ തൈകളൊക്കെ ഒന്ന് നനയ്ക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇടവിട്ടേ നനക്കാറുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരുപാട് നനക്കാണ്ടല്ലോ, അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നനക്കണതാണ്. ഒന്നിച്ച് നിന്ന് നനക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് നിന്നാലും തീരൂല, അത്രയും ആണ്. പിന്നെ പുറത്തിറങ്ങാൻ വയ്യല്ലോ, ചൂടല്ലേ, അധികം സമയമൊന്നും നിൽക്കാനായിട്ട് വയ്യ. രാവിലെ എത്ര നേരത്തെ എന്ത് പണി തീർത്ത് ഇറങ്ങിയാലും ഇങ്ങോട്ട് വെയിലായിട്ടുണ്ടാവും കേട്ടോ. വൈകുന്നേരം ഇവിടെ രാവിലെ കുറച്ച് സമയമാകുമ്പോൾ വെയിലായിട്ടുണ്ടാവും. ഒരു 8 മണി 9 മണി ആവാതെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങണ കാര്യം ചിന്തിക്കണ്ട കേട്ടോ. നല്ലോണം കുറുക്കന്മാരുണ്ടാവും. അപ്പോൾ ഇപ്പം അടുത്തൊരു ദിവസം എന്നെ നായ്ക്കൾ ഓടിച്ച് ഞാൻ രക്ഷപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പുറത്തേക്ക്. അപ്പോൾ രാവിലെ ഞാൻ ആ റിസ്ക് എടുക്കാറില്ല, വൈകുന്നേരമാണ് ഞാൻ നനക്കാറില്ല കേട്ടോ. രാവിലെ നനക്കണമെങ്കിൽ ഇവിടെ വെയിലുണ്ടാവില്ല. അതിരാവിലെ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണ്. അതിൻ്റെ ശേഷമൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആക്കണതാണ് നനക്കൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളും സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക. ഇപ്പം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ നന്ദി കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അടുത്ത ഒരു ബ്ലോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.